ഹലോ ഗൈസ്, വെൽക്കം ടു a ന്യൂ വീഡിയോ ഓഫ് ഊട്ടി മല്ലൂസ്. ഇന്നലത്തെ പാക്കിംഗ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നൊരു ട്രിപ്പിന് പോവുകയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വായോ. ഇപ്പോൾ തന്നെ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടു കാണും ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്. യെസ്, ഞങ്ങൾ വേളാങ്കണ്ണി ചേർച്ചിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് 3 മണിക്കാണ് ഇറങ്ങാൻ പ്ലാൻ വെച്ചിരുന്നത്. ഞങ്ങൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി പോയി നോക്കിയപ്പം പപ്പായും മമ്മിയും നല്ല ഉറക്കമായിരുന്നു. അവിടെ എന്താണ് ട്വിസ്റ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ അലാറം ഒക്കെ സെറ്റ് ചെയ്തു, പക്ഷേ അലാറം റിങ് ചെയ്തില്ല. അതുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി. പിന്നെ അവിടെ ഒരു ജഗ പുക തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ 2 പേര് റെഡിയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് 3:45 ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ക്യാരി ചെയ്യുകയാണ്. ഞങ്ങൾക്കായാലും കുട്ടികൾക്കായാലും എല്ലാം മമ്മി ഹോട്ട് കേസിൽ സെറ്റ് ചെയ്ത് ബാഗിൽ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി കുറച്ചൊക്കെ ലഗേജസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഇച്ചായനാണെങ്കിൽ വണ്ടിയിൽ കയറ്റി സെറ്റാക്കി വെക്കുകയാണ്. ഇച്ചൂട്ടിനും എബിക്കുട്ടിനും നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങൾ ആലത്തൂർ ബൈപ്പാസിലേക്ക് എത്തി. ഇനി അടുത്തൊരു ചൂട് ചായ കുടിക്കണമെന്നാണ് ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാൻ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു സ്ഥിരം അപ്പാപ്പൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയാണ് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ചായയായിരുന്നു. പക്ഷെ മമ്മിക്ക് മാത്രം ചായ ഇഷ്ടപ്പെട്ടേ ഇല്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയാണെങ്കിൽ അത്യാവശ്യത്തിന് നല്ല മധുരം യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ ഒരു പൊടിക്ക് മധുരമൊക്കെ കുറച്ചുകൊണ്ട് മമ്മിക്ക് ആണെങ്കിൽ അതിന് ആ ചായക്ക് കുറച്ച് മധുരം കൂടുതലായതുകൊണ്ട് മമ്മിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. എബിക്കുട്ടനാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പം ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നേച്ചറൊക്കെ കണ്ട് അതുപോലെ കാറ്റെല്ലാം കൊണ്ടു കഴിഞ്ഞിട്ടാണ് അവന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. അവനാണെങ്കിൽ ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാറിൽ AC ഇടാനും പറ്റിയില്ല. അതിൻ്റെ കൂടെ ഭയങ്കര ചൂടുമാണ്. ഇച്ചായനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുമായിരുന്നു. എപ്പോഴൊക്കെ അവൻ ഗ്ലാസ് തുറക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാം ഇച്ചായനാണെങ്കിൽ ഓരോ എക്സ്ക്യൂസസ് പറയും. ബട്ടൺ വർക്കാവുന്നില്ല, വർക്ക്ഷോപ്പിൽ പോയിട്ട് അത് റെഡി ആക്കണം എന്നൊക്കെയാണ് ഓരോ ലെയിം എക്സ്ക്യൂസസ് ഇച്ചായൻ പറയുന്നത്. പക്ഷെ അവൻ ഇതൊന്നും കേൾക്കില്ല. അവൻ കരഞ്ഞും വാശി പിടിച്ചിട്ട് എന്ത് പറഞ്ഞാലും അവൻ ആ വിൻഡോ ഓപ്പൺ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ A to B റെസ്റ്റോറൻറ്റിലേക്ക് നിർത്തി. ഞാനും ഇച്ചായനും മമ്മിയാണെങ്കിൽ മസാല ദോശയാണ് ഓർഡർ കൊടുത്തത്. എബിക്കുട്ടനാണെങ്കിൽ പ്ലെയിൻ റോസ്റ്റും പപ്പ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ഊത്തപ്പമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി മിച്ചൂട്ടിന് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി. ഇവിടെയാണെങ്കിൽ ഇപ്പം കുറേ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് അവിടെ ഓടി കളിക്കുകയായിരുന്നു ഇച്ചൂട്ടൻ. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ A to B റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവിടെ സ്വീറ്റ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഏതോ ഒരു സ്വീറ്റ് കണ്ട് മേടിച്ച് അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചൂട്ടനാണെങ്കിൽ കുറേ നേരം വണ്ടിയിലിരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അവനെ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് അവൻ ഓടി കളിക്കുമായിരുന്നു അവിടെ എല്ലാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മമ്മിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങ ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഉപ്പിലിട്ട മാങ്ങയാണെങ്കിൽ ആസ്വദിച്ച് കഴിച്ച് സീനറിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇച്ചൂട്ടനാണെങ്കിൽ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ബാക്കിലേക്ക് പോകും. ഷട്ടിൽ സർവീസ് പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചാടി കളിക്കുകയായിരുന്നു അവൻ. എബിക്കുട്ടനും മോശമൊന്നുമല്ല. എബിക്കുട്ടനും കുറച്ച് നേരം ഫ്രണ്ടിലേക്ക് വരും, ബാക്കിലേക്ക് പോകും. പിന്നെ അവർക്കും ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാറിലിരുന്നിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇച്ചായൻ ഒരു പുഴ കണ്ടത്. അപ്പോൾ ഇച്ചായൻ വണ്ടി അങ്ങോട്ടേക്ക് വിട്ടു. എന്തായാലും വന്നതല്ലേ, എല്ലാം കണ്ടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഇച്ചായൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു അമ്പലമൊക്കെ കണ്ടു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ സംസ്കാര ചടങ്ങുകൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ. പപ്പ ആണെങ്കിൽ ആവുന്ന പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാന്ന്. അതിൻ്റെ കൂടെ ഈ ഭയങ്കര വെയിലും ചൂടും കാരണം ഞാനും പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാന്ന്. പക്ഷേ ഇച്ചായനും മമ്മിയും പറഞ്ഞു എന്തായാലും വന്നാലേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്താ അവിടെ സംഭവം എന്ന്. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടപ്പോൾ എന്താ അവിടെ ആകെ കുറച്ച് വെള്ളമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ വഴിയിൽ വെച്ച് വിൻഡ് മില്ലൊക്കെ കണ്ടു. ഞങ്ങളിപ്പം വേളാങ്കണ്ണി എത്തിയിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ സോളമൻ റെസിഡൻസിയിലാണ് ഞങ്ങളുടെ റൂമൊക്കെ ബുക്ക് ചെയ്തത്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആണ് ഞങ്ങൾക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നത്. വേളാങ്കണ്ണിയിലേക്ക് നമുക്കാണെങ്കിൽ ബസ്സിലേക്ക് വരാമല്ലോ, അതിൻ്റെ സർവീസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം രാത്രിയിലത്തെ ഫുഡ് ഞങ്ങൾക്ക് അവിടെ നിന്നാണ്.
നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, അത്യാവശ്യം ബസ്സുകളാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമൊക്കെ കിട്ടി. ഞങ്ങൾ 2 റൂമാണ് ബുക്ക് ചെയ്തത്. ഒരു റൂമാണെങ്കിൽ ഓൾറെഡി ആളുണ്ട്, അവർ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 7 മണിയാവുമ്പം റൂം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു, അതിന് പുതു ഞായറാഴ്ച എന്ന് പറയും. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു, റൂമൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ AC റൂമാണ് ബുക്ക് ചെയ്തത്. ഈ ക്ലൈമറ്റിൽ എന്തായാലും നോൺ AC ബുക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ കുട്ടികളെയും കൊണ്ട് തീരെ പറ്റില്ല. നല്ല റൂമാട്ടോ, നല്ല നീറ്റായിട്ടാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഇനി ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പള്ളിയിലേക്ക്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറേ ഫുഡ് സ്റ്റോളും മീനൊക്കെ ആണെങ്കിൽ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എബിക്കുട്ടൻ്റെ കൈ ആണെങ്കിൽ നല്ലോണം മുറുക്ക പിടിച്ചിരിക്കുകയായിരുന്നു. അവിടെ കുറേ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ മാങ്ങ കടലയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഫുള്ളും ചുറ്റുമാണെങ്കിൽ ഹോട്ടൽസും റെസിഡൻസിയൊക്കെയാണ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഫുള്ളായിരിക്കുമെന്ന്. കുറേ പേരൊക്കെ ആണെങ്കിൽ അവിടെ താഴെ തന്നെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണെങ്കിൽ അവിടെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് റൂം കിട്ടാത്തതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പം തന്നെ ആണെങ്കിൽ എല്ലാ പള്ളിയിലും പോയിട്ട് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇടാന്ന് വെച്ചു. അങ്ങനെ ആകുമ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് കുർബാന കണ്ടു കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിക്കാം. രാവിലെ ആണെങ്കിൽ വെയിലും ചൂടുമൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പള്ളിയൊക്കെ ഒന്നും പോയി കാണുന്നത് നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഞങ്ങൾ രാത്രി തന്നെ ഇപ്പം എല്ലാം പോയി കണ്ട് വഴിപാടൊക്കെ ഇടാൻ പോവാണ്. അതാവുമ്പോൾ വെയിലും ചൂടും ഒന്നും ഇല്ല. അതാവുമ്പോൾ അവർക്ക് കുട്ടികൾക്കാവുമ്പം ഇറിറ്റേറ്റും ആവത്തില്ല. പേരാണെങ്കിൽ നേർച്ചയൊക്കെ നേരും, മുട്ടുകുത്തിയാണെങ്കിൽ മണ്ണിലേക്ക് കൂടെ നടക്കുക. അത് കണ്ടപ്പം എബിക്കുട്ടനും നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവനും മുട്ടുകുത്തി മണ്ണിലേക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് നേർച്ചയൊന്നുമല്ല, അത് അവൻ്റെ ആഗ്രഹം കൊണ്ട് അവൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. ഞങ്ങൾ മെയിനായിട്ട് വേളാങ്കണ്ണി പള്ളി വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചൂട്ടൻ്റെ ഡെലിവറി ടൈമിൽ ഞങ്ങൾ നേർന്നതാണ്. ഒരു കുഴപ്പവും ഇല്ലാതെ ബേബി വരുവാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വേളാങ്കണ്ണി പള്ളി വരുമെന്ന് ഞങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൈമിൽ വേളാങ്കണ്ണി വരുന്നത് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് എണ്ണയും വെള്ളമൊക്കെ മേടിച്ചു. പപ്പായ്ക്കും വേണമായിരുന്നു. ഞങ്ങൾ എവിടെ യാത്ര പോയാലും ഞങ്ങൾ നെറ്റിയിൽ എണ്ണ തൊട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഈ ഹാബിറ്റ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചായൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് പഠിച്ചത്. ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇറങ്ങും. പക്ഷേ ഈ എണ്ണ തൊട്ടിട്ട് ഇറങ്ങുന്നത് ഞങ്ങൾ ഇച്ചായൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. സോ അത് തന്നെയാണ് ഇച്ചൂട്ടിനും എബിക്കുട്ടനും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിൽ ഓട്ടോയിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനിയും അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ.